കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് രാജാ രവിവർമ്മയുടെ വിശേഷങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രശാല കാണുകയും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയുകയും ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എങ്കിൽ ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹത്തിന്റെ ചിത്രശാലയിലേക്കാണ്. രാമവർമ്മ തമ്പുരാന്റെ ഈ ചിത്രം, രവിവർമ്മ തമ്പുരാന്റെ ഈ ചിത്രം വളരെ പ്രശസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിനെ കുറിച്ച് അങ്ങൊന്ന് വിശദീകരിക്കുമോ? അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എല്ലാം ഓരോ ചിത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. എല്ലാം വളരെ പ്രശസ്തങ്ങളാണ്. പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറേ ചിത്രങ്ങളുണ്ട് ആൾക്കാർക്ക്, അല്ലേ? അതിലൊരു ചിത്രം വളരെ പ്രത്യേകതകളുള്ളതാണ്. ലേഡി ഇൻ ദി മൂൺ ലൈറ്റ്. നിലാവത്തിരിക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയെയാണ് വരച്ചിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ ചന്ദ്രനുണ്ട്, മേഘപാളികൾക്കിടയിൽ ചന്ദ്രൻ അങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അവിടുന്ന് ആ വെളിച്ചം, ചന്ദ്രൻ്റെ ആ വെളിച്ചം ഈ തടാകത്തിൻ്റെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ആ ഇരിക്കുന്ന സ്ത്രീയുടെ ആ സൈഡിൽ റിഫ്ലക്റ്റ്, ഈ സൈഡിൽ ഇല്ല. ശ്രദ്ധിച്ചോ? അതാണ് രവിവർമ്മയുടെ ഒബ്സർവേഷൻ. പ്രകൃതി അത്രയും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വെളിച്ചം വരണം, ഇപ്പുറത്ത് വരില്ലല്ലോ. ഇവിടെ ക്യാമറ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും, ഫോക്കസ് ചെയ്യുമ്പോൾ, അല്ലേ? ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. ഇപ്പം രവിവർമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് നന്നായിട്ട് തൻ്റെ ചിത്രങ്ങളിൽ വിന്യസിക്കുമായിരുന്നു. എങ്ങനെയാണ് ഒരു ക്യാമറാമാൻ അയാളുടെ ഫ്രെയിം എങ്ങനെയാണ് വെക്കുന്നത്, അത്തുപ്പോ, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കേൾക്കുന്ന കഥകളാണ് കേട്ടോ. അതായത് അന്നത്തെ കാലത്ത് ശരിയാണ്, ഒരു ആചാരം ഉണ്ടായിരുന്നു. ഇപ്പം അന്നത്തെ കാലത്ത് പുരുഷന്മാർ മീശ വെക്കില്ല, കുടുംബ വളർത്തും, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ രവിവർമ്മ ഈ ക്യാപ്പിൻ്റെ ഉള്ളിൽ കുടുംബയായ അങ്ങനത്തെ രവിവർമ്മ ഈ തറവാട്ടിലേക്കൊക്കെ വരുമ്പോൾ എപ്പോഴും രാജാരവിവർമ്മയുടെ പ്രത്യേകത വെച്ചാൽ അദ്ദേഹം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അധികം വ്യതിചലിച്ച് പോയിട്ടില്ല. മുംബൈയിലാകുമ്പോൾ അദ്ദേഹം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അവിടുത്തെ സ്റ്റൈലിൽ ഇരിക്കുമ്പോൾ പോലും ഇതൊക്കെ നമുക്ക് പറഞ്ഞു കേൾക്കുന്ന കഥകളാണ് കേട്ടോ. അതായത് അന്നത്തെ കാലത്ത് ശരിയാണ്, ഒരു ആചാരം ഉണ്ടായിരുന്നു. ഇപ്പം അന്നത്തെ കാലത്ത് പുരുഷന്മാർ മീശ വെക്കില്ല, കുടുംബ വളർത്തും, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ രവിവർമ്മ ഈ ക്യാപ്പിൻ്റെ ഉള്ളിലും കുടുംബയായ അങ്ങനത്തെ രവിവർമ്മ ഈ തറവാട്ടിലേക്കൊക്കെ വരുമ്പോൾ എപ്പോഴും രാജാരവിവർമ്മയുടെ പ്രത്യേകത വെച്ചാൽ അദ്ദേഹം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അധികം വ്യതിചലിച്ച് പോയിട്ടില്ല. മുംബൈയിലാകുമ്പോൾ അദ്ദേഹം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അവിടുത്തെ സ്റ്റൈലിൽ ഇരിക്കുമ്പോൾ പോലും അതിലെ ഓരോ കല്ലും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. അത്ര പെർഫെക്റ്റ് ആണ്, മനസ്സിലായില്ലേ? അതുപോലെയാണ് ഈ ഹ്യൂമൻ അനാട്ടമി നന്നായിട്ട് രവിവർമ്മ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വിദേശങ്ങളിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ, അന്ന് മഹാരാജാക്കന്മാർ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലവും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, രേഖകൾ അവിടുത്തെ. അതെല്ലാം അത് സമ്മതിക്കണം അദ്ദേഹം. അതുകൊണ്ട് എന്താ അറിയോ, നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൈയുടെ നീളം എത്ര വരണം, അതൊരു ഇത്ര അങ്കുലം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ആ അങ്കോപാങ്കം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുണ്ട്. അല്ലാണ്ട് വെറുതെ ഒരു കൈ ചുമ്മാ നീണ്ട അങ്ങനെയല്ല, ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവുമല്ലോ അത്. അപ്പം അത് രവിവർമ്മ വരച്ചിട്ടുണ്ട്. മുടിയാണേലും, അല്ലെ? പിന്നെ ബാക്ക് ഡ്രോപ്സ്. പിന്നെ രവിവർമ്മയെ സംബന്ധിച്ചിട്ട് രവിവർമ്മ ബാക്ക് ഡ്രോപ്സും വരയ്ക്കും. ചില സമയത്ത് അനുജനെയും ഏൽപ്പിക്കാറുണ്ട്. തിരക്കം കൊണ്ട് വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ അനുജനും ചേട്ടനും അനിയനും ഒരുമിച്ച് വരച്ച ചിത്രങ്ങളുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലതിൽ ബാക്ക് ഡ്രോപ്സ് അനുജനെ കൊണ്ട് വരപ്പിച്ചിട്ട് രവിവർമ്മ അടുത്ത ക്യാരക്ടറിലേക്ക് കയറി വരയ്ക്കുക എന്ന് പറയുന്നത് ഈ ഫോട്ടോ എടുക്കുന്ന പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പം ഇതിലെല്ലാം ഇവരുടെ ഈ ചേട്ടൻ്റെ അനിയൻ്റെ ആ ഒരു വളരെ ഗംഭീരം. അപ്പം ഇതിൻ്റെ പ്രത്യേകത അതൊക്കെയാണ്. അങ്ങനെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ ഇതാണ് പാഴ്സി ലേഡി. ഇതാണ് ഞാൻ പറഞ്ഞ ദ ലാസ്റ്റ് അൺഫിനിഷ്ഡ് പെയിൻറ്റിങ് ഓഫ് രാജാ രവിവർമ്മ, പാഴ്സി ലേഡി. മുംബൈ ഉപേക്ഷിച്ച് ക്ലിമാനിലേക്ക് വന്ന ആ മരണം സംഭവിക്കുന്നതിന് ഈ ചിത്രം പൂർത്തിയാക്കാൻ ശ്രമിച്ചെങ്കിൽ ബ്രഷ് കയ്യിൽ നിന്ന് വീണ് ഈ ചിത്രശാലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. 1906 ഒക്ടോബർ 2. അതിന് സാക്ഷിയായിട്ടുള്ളൊരു ചിത്രമാണ് ഈ ചിത്രത്തിൻ്റെ ബാക്ക് ഡ്രോപ്പ്. നോക്കൂ, ബാക്കിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം. സാധാരണ നമുക്കിതിലൊക്കെ കാണാം, അല്ലേ? ഒരു ക്യാരക്ടർ ഇരുന്ന് അതിൻ്റെ ബാക്കിൽ ഒന്നിലൊരു കർട്ടനോ അല്ലെങ്കിൽ തൂണോ അങ്ങനെ ഇവിടെ എന്തോ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം, പക്ഷെ പറ്റിയിട്ടില്ല. ഒരു കസേരയിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? പാഴ്സി കുടുംബത്തിലെ, മുംബൈയിലുള്ള ഒരു പാഴ്സി കുടുംബത്തിലെ ഒരു ഫാമിലി. ആ പാഴ്സി കുടുംബങ്ങളിലെ ഒരു 3-4 ചിത്രങ്ങൾ രവിവർമ്മയും അനുജനൊക്കെ വരച്ചിട്ടുണ്ട്. നിൽക്കുന്ന പാഴ്സി ലേഡി, ഒരു വരാന്തയിൽ നിൽക്കുന്ന ഒരു പാഴ്സി ലേഡി ഉണ്ട്. അത് പലതും വരച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രം അവസാനം പക്ഷേ അത് ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ കളറൊക്കെ തന്നെ കണ്ടില്ലേ? ഒരു ശരിക്കും ആ പാഴ്സി സംസ്കാരത്തിൽ അവരുടെ ഒരു ഡ്രസ് കോഡാണ്, അല്ലേ? ഇത് ഒരു വ്യക്തിയുടെ പോർട്രേറ്റ് അല്ലേ? ഇപ്പം ഇദ്ദേഹത്തിനെ വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ഇട്ടിരിക്കുന്നത് അതായിരിക്കും.
എന്നെ വരയ്ക്കുമ്പോൾ അതായിരിക്കും. നക്ഷത്ര അന്നത്തെ ഡ്രസ് കോഡ് എന്താ വെച്ചാൽ അതായിരിക്കാം. അപ്പോൾ അവരുടെ ഒരു വേഷവിധാനം ഇങ്ങനെയാണ്. അപ്പോൾ അത് തന്നെ രവിവർമ്മ വരച്ചു എന്നുള്ളതാണ്. ഓരോ ചിത്രത്തിനും ഓരോ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്ന ഒരു. അതെ, ഇത് ശരിക്കും നേരിട്ട് വരയ്ക്കുന്നില്ല. അതൊരു ആ വ്യക്തി, ഈ സ്ത്രീ ഇരുന്നിട്ട് മോഡൽ ആയിട്ട് അവ ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു സ്കെച്ച് ഇട്ടതിന് ശേഷമാണ് അത് കണ്ടിട്ട് അതിൽ നിന്നാണ് പിന്നെ വരയ്ക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആൾ ഇരുന്നിട്ട് നോക്കുന്നതാണ്. ഇപ്പോൾ പുരാണ ചിത്രങ്ങൾ കുറേയൊക്കെ അദ്ദേഹം മോഡൽസിനെ വെച്ചിട്ടും വരച്ചിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ മോഡൽസ് ഇന്ന 2-3 പേര് മാത്രമല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ സപ്പോസ് അദ്ദേഹം എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സന്തത സാഹചര്യങ്ങൾ ആരെയെങ്കിലും പിന്നെ ഒന്ന് അങ്ങനെ നിൽക്കൂ ഇങ്ങനെ നിൽക്കൂ എന്ന് പറയും, എന്നിട്ട് പെട്ടെന്ന് സ്കെച്ച് ഇടും. അദ്ദേഹത്തിന് അറിയാതെ. അപ്പം മോഡൽസ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരുപാട് പേരുണ്ട്. കൂടെ സഞ്ചരിക്കുന്നവരെയും കൂടെ കുടുംബാംഗങ്ങളെ കൂടെ അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് രവിവർമ്മയുടെ മകളും മറ്റേ കൊച്ചുമകനുമാണ്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ജഡായുവധത്തിനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കഥയാണ്. ജഡായുവധം വരയ്ക്കുന്ന സമയത്ത് ജഡായുവിൻ്റെ ചിറകരിഞ്ഞിട്ട് അതിവിടെ വെച്ചാണ് വരയ്ക്കുന്നത്. ഈ ചിത്രശാലയിൽ വരയ്ക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ളതാണ്, വായ്മൊഴിയായിട്ട് കേൾക്കുന്നതാണ് ഞങ്ങളെ. അപ്പം ഈ ബ്ലഡ് ഇങ്ങനെ ഇറ്റ് വീഴുന്ന രീതിയിൽ ആ ഡ്രോപ്സ് അതങ്ങനെ രവിവർമ്മ വരച്ചിട്ട് സീതയുടെ എക്സ്പ്രഷൻ, സീതയെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോവാണല്ലോ. അപ്പോൾ സീതയുടെ മുഖത്തിൻ്റെ ഭാവം എങ്ങനെ ആയിരിക്കണത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഇവിടുത്തെ കുട്ടികൾ ഈ അമ്മാവൻ വരയ്ക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുമൊക്കെ ഇതിലിങ്ങനെ ഓടിക്കളിച്ച് ഇവിടെ നിന്ന് കയറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കുട്ടി ഞങ്ങളുടെയൊക്കെ വലിയ അമ്മൂമ്മമാരാണ്. അപ്പോൾ ആ പേരൊന്ന് ഞാൻ അന്നത്തെ ആ അമ്മൂമ്മ എന്നേ നമുക്ക് പറയാം, ആ കുട്ടി എന്ന് പറയാം. അതിലൊരു കുട്ടി പെട്ടെന്ന് ഇവർ വന്നപ്പോൾ ഈ ചോര ഇങ്ങനെ വീഴുമല്ലേ, അപ്പോൾ ഈ പെട്ടെന്ന് കുട്ടികളല്ലേ അവർ പേടിക്കും, ശരിക്കും ചോരയാണെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ കാണിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തോ വെച്ചു പെട്ടെന്ന് പറഞ്ഞു നിൽക്കൂ അങ്ങനെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിയത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വായ്മൊഴിയായിട്ട് പറഞ്ഞു വരുന്നതാണ്, ഇന്ന് എഴുത്തിലൂടെ അല്ല. ശരിയായിരിക്കും വെച്ചാൽ തലമുറകളിലൂടെ വായ്മൊഴിയും ചരിത്രമാണല്ലോ. അതെ അതെ അല്ലേ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പൂർവികർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ പറഞ്ഞു വരുന്ന കഥകളിലെ പുതിയ തലമുറ കേൾക്കുന്നത്, എന്നിലൂടെ അടുത്ത തലമുറ കേൾക്കും. അതുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അത് ഇവിടെ നടന്നതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ രവിവർമ്മയുടെ പല യാത്രകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ വേറെ എവിടെയിരുന്ന് വരയ്ക്കുമ്പോൾ പോലും കൂടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഒരു ഫിസിക്ക അത് ഉദ്ദേശിക്കുന്ന പോലെ തോന്നുന്നെങ്കിൽ ഒന്ന് നിൽക്കാൻ പറയും. അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഒരുപാട് സമയമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേനെ അതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെ ഒരു ജനറലായിട്ട്. പിന്നെ ഇത് ഇന്ദുലേഖ ഞാൻ പറഞ്ഞല്ലോ, ഒ ചന്ദമേനോൻ്റെ പ്രശസ്തമായ നോവലിലെ നായിക ഇന്ദുലേഖ. ഇത് ആ നോവലിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ആ ഇന്ദുലേഖയുടെ വർണ്ണനയുണ്ട്, ശരീരവർണ്ണന ചന്ദമേനോൻ ചെയ്യുന്നുണ്ട്. അതാണ് രവിവർമ്മ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതെനിക്ക് നിന്ന് 1892 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കണം ഇത് വരച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ 1889 തോന്നുന്നു ചന്ദമേനോൻ്റെ ഇന്ദുലേഖ ഇറങ്ങിയെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ, നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇവരൊക്കെ കണ്ടംപററീസ് ഒരു പൊതുവെ കിളിമാനൂരിൻ്റെ കണക്റ്റഡാണ്. അതെ, കിളിമാനൂരിലെ രാജാവിൻ്റെ മകൾ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഓരോ കഥകളുണ്ട്. ഇത് രവിവർമ്മയുടെ മീശ ഇല്ലാത്ത രവിവർമ്മ. മീശ വെച്ച രവിവർമ്മയെ കണ്ടിട്ടുള്ളല്ലോ നിങ്ങൾ. അപ്പോൾ ഇത് മീശ ഇല്ലാത്ത രവിവർമ്മ എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് പറഞ്ഞു കേൾക്കുന്ന കഥകളാണ് കേട്ടോ. അതായത് അന്നത്തെ കാലത്ത് ശരിയാണ് ഒരു ആചാരം ഉണ്ടായിരുന്നു. ഇപ്പം അന്നത്തെ കാലത്ത് പുരുഷന്മാർ മീശ വെക്കില്ല, കുടുംബ വളർത്തും, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രവിവർമ്മ ഈ ക്യാപ്പിൻ്റെ ഉള്ളിലും കുടുംബയായ അങ്ങനത്തെ രവിവർമ്മ ഈ തറവാട്ടിലേക്കൊക്കെ വരുമ്പോൾ എപ്പോഴും രാജാരവിവർമ്മയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അധികം വ്യതിചലിച്ച് പോയിട്ടില്ല. മുംബൈയിലാകുമ്പോൾ അദ്ദേഹം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അവിടുത്തെ സ്റ്റൈലിൽ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ജപവും തപവും നമ്മുടേതായ ചിട്ടകളും ആ ഒരു സാംസ്കാരികമായ നമ്മുടെ ആധ്യാത്മികമായ കാര്യങ്ങളിലൊന്നും അതിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല അദ്ദേഹം. പിന്നെ ആരെയും വേദനിപ്പിക്കാണ്ട് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് കടൽ കടന്ന് അദ്ദേഹം പോയിട്ടില്ല. അന്നത്തെ കാലത്ത് പറഞ്ഞു കേട്ടില്ല, കടൽ കടന്ന ഭ്രഷ്ട് കൽപ്പിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്തിനാണ് ഒരു വലിയൊരു കൂട്ടുകുടുംബത്തിൽ തൻ്റെ കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ വേദനിപ്പിക്കേണ്ട എന്ന് ഒരുപക്ഷെ അത് ചിന്തിച്ചിട്ടുണ്ടാവാം.
കുറച്ചുകൂടെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കടൽ കടന്നു പോകാനും സാധ്യതയുണ്ട്. വെച്ചാൽ കാലം മാറി മാറി വരുമല്ലോ. അപ്പോൾ ഇത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങൾക്കും കുറേയൊക്കെ മാറ്റങ്ങൾ വരും. ഒരുപക്ഷെ അദ്ദേഹം കുറച്ചു കാലം കൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചേനെ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മാത്രമാണ് പല സ്ഥലത്ത് എത്തിയത്. അപ്പം ഈ മീശ ഇല്ലാത്ത രവിവർമ്മയുടെ ഈ ഒരു ചിത്രം വളരെ റെയറാണ്. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ആ മീശ എങ്ങനെ, അതും അതിനെക്കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് കൽക്കട്ടയിലെ കാര്യം പറഞ്ഞല്ലോ, കൈസറെ ഹിന്ദ് ബഹുമതി വാങ്ങാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് രവിവർമ്മയ്ക്ക് എന്തോ മീശ ഇല്ലായിരുന്ന സമയം, അല്ലെങ്കിൽ ഇടയ്ക്കിടെ മീശ എടുക്കും, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അന്നത്തെ വൈസ്രോയി പറഞ്ഞു, ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്, അപ്പം മീശ ഒരു വെപ്പ് മീശ വെച്ചാലോ? ഓ ആവാം എന്ന് പറഞ്ഞ് അങ്ങനെ വെപ്പ് മീശ വെച്ചതാണെന്നും പറയുന്നു. അന്ന് ആ ഫോട്ടോഗ്രാഫി അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ ഈ ചിത്രമാണ് രവിവർമ്മ എന്ന് എല്ലാവരുടെ മനസ്സ്. പക്ഷെ രവിവർമ്മ ഇടയ്ക്കിടയ്ക്ക് മീശ വെക്കുക, ഇതിനകത്ത് മീശയുണ്ട്, ഈ ചിത്രത്തിൽ രവിവർമ്മ മീശയുണ്ട്. അപ്പം എപ്പോഴും മീശ വെക്കാത്ത ആളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ സമയത്തെങ്ങാനും ചിലപ്പോൾ മീശ വടിച്ചിരുന്ന സമയത്ത് ആയിരിക്കാം. ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആധികാരികമായിട്ടാണോ ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മൾ വായ്മൊഴിയായിട്ട് കേൾക്കുന്ന ചില രസകരമായ ടിപ്പുകളാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ ആ ഫോട്ടോ നോക്കിയിട്ടാണ് രവിവർമ്മയുടെ അനുജത്തി മംഗളാഭായ് തമ്പുരാട്ടി, ഈ അമ്മൂമ്മ നന്നായി വരയ്ക്കും, പാടും, വീണ വായിക്കും. അപ്പം ഈ അമ്മൂമ്മയാണ് ചേട്ടൻ്റെ ചിത്രം വരച്ചതെന്നാണ് അറിയുന്നത്. ആ ഫോട്ടോയിൽ നോക്കിയിട്ട് വരച്ചു എന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇനി വളരെ വേറൊരു കാര്യം കൂടെ നമ്മൾക്ക് ഒരുപക്ഷെ നമ്മളെല്ലാവരും സിനിമയും ഒക്കെ കാണുന്ന സിനിമയുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളും അതെ, എല്ലാവരും അതെ. ഇന്ത്യൻ സിനിമയും രവിവർമ്മയും തമ്മിൽ ഒരു കണക്ടിവിറ്റി ഉണ്ട്. അതും ഇപ്പോൾ പല രീതിയിൽ പലതിലും ഞാൻ വായിക്കുകയും അല്ലാതെ ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടോ അറിയില്ല, ഫാൽക്കെ, ദാദാ സാഹിബ് ഫാൽക്കെ രവിവർമ്മയും തമ്മിലുള്ളൊരു കണക്ടിവിറ്റി ഉണ്ട്. അത് പറഞ്ഞു വരുന്നത് രവിവർമ്മയുടെ മുംബൈയിലെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ, അല്ലെങ്കിൽ ലോനാവാലിലെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഈ ഫാൽക്കെയും ഉണ്ടായിരുന്നു സഹകരിക്കാൻ. എന്നുവെച്ചാൽ ഫാൽക്കെയും രവിവർമ്മ കൂടെ കൂട്ടിയിരുന്നു. പ്രസ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആർട്ടിസ്റ്റുകൾ കാണും. ഫാൽക്കയുടെ ഒരു പ്രത്യേകത, ഫാൽക്കെ നല്ല ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു, ചിത്രകാരനുമായിരുന്നു. ഫാൽക്കെയുടെ സ്വപ്നം ഇന്ത്യയിൽ സിനിമ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതും രവിവർമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ പ്രസ് വിറ്റു എന്ന് പറഞ്ഞില്ലേ, പ്രസ് വിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഫാൽക്കെയ്ക്ക് രവിവർമ്മ ആ വിറ്റ് കിട്ടിയ പൈസയിൽ നിന്ന് ഒരു വിഹിതം, ഒരു പോർഷൻ എടുത്ത് ഫാൽക്കെയുടെ കൊടുത്തിട്ട് ഫാൽക്കെയുടെ ആ സ്വപ്നം പൂവണിയട്ടെ, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഈ പൈസ കുറച്ചെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞ ഒരു തുക കൊടുത്തു. ആ തുക കൊണ്ട് മാത്രം സിനിമ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ക്യാപിറ്റൽ എമൗണ്ട്, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ആ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് 1913 മറ്റോ ആണ് രാജാ ഹരിശ്ചന്ദ്ര എന്നൊരു സിനിമ യാഥാർത്ഥ്യമാവുന്നത്. പക്ഷേ അന്ന് ഇന്ത്യയിൽ സിനിമയില്ലെന്ന് ആലോചിക്കണം. ലണ്ടനിൽ നിന്ന് ക്യാമറ അതുമൊക്കെ വരണം, അത് പഠിക്കുക തന്നെ വേണം. പിന്നെ ഫാൽക്കെയ്ക്ക് അതൊരു ക്രൈസ് ആയിരുന്നത് കൊണ്ട്, ഒരു പാഷനായിരുന്നു, അതുകൊണ്ട് ചെയ്തേ പറ്റൂ. അദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് പൈസകൾ പല സ്ഥലത്തു നിന്ന് അദ്ദേഹം കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അത് യാഥാർത്ഥ്യമാക്കിയത്, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സിനിമ രാജാ ഹരിശ്ചന്ദ്ര. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് രവിവർമ്മയുടെ ആ ചെറിയ ആ ഒരു പോർഷൻ, ആ തുകയിൽ നിന്ന്, ആ തുക ഒരു കാരണമായിരുന്നു. അപ്പം ദ ക്യാപിറ്റൽ എമൗണ്ട് ഈസ് ഗിവൻ ബൈ രവിവർമ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ആദ്യകാലത്തെ പ്രൊഡ്യൂസർമാരിൽ ആദ്യത്തെ ഒരു വിഹിതം കൊടുത്ത ഒരു വ്യക്തിയുമാണെന്നും കൂടെ നമുക്ക് പറയാം. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി CM അത് മോഹൻലാൽ അദ്ദേഹത്തിന് ഫാൽക്കെ പുരസ്കാരം ഒരു ഇത് കൊടുത്തു. അപ്പം അദ്ദേഹം ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. അതൊരു പോർഷൻ, അത് മുഴുവൻ പൈസ എന്നുള്ളതല്ല, ഒരു പോർഷൻ എമൗണ്ട് കൊടുത്തു എന്ന് അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ രവിവർമ്മയുടെ ഒരു വാല്യൂ നമുക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പല കഥകളുണ്ട് കേട്ടോ, പറഞ്ഞാൽ അങ്ങ് തീരില്ല, ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ രവിവർമ്മയുടെ ചിത്രം നോക്കൂ, ഈ ചിത്രം തന്നെ നോക്കൂ. ആ മറ്റേ മഹാഭാരതത്തിലെ ഒരു ഏടാണ്, ആ കീചകൻ്റെ സന്നിധിയിലേക്ക് രാത്രിയിൽ ആഹാരം കൊണ്ട് കൊടുക്കാനും ഒക്കെ ഒളിവ് കാലത്ത് പാണ്ഡവരുടെ, അപ്പം അതിലാണ് ഇത്. അപ്പം ആ ആശങ്ക, ഭയം എല്ലാം ഉണ്ട്. കീചകൻ ഈ പാഞ്ചാലി അല്ലെങ്കിൽ സൈരന്ധ്രിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് ആണല്ലോ ഭീമൻ കൊല്ലുന്നതും. ആ കഥ അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ എക്സ്പ്രഷൻ നോക്കൂ, ആ ആധി പോകുന്നത് ഗജന്റെ അടുത്തേക്കാണേ. അപ്പം ഈ ഫ്രൂട്ട്സും അതും ഒക്കെ ഏന്തി പോകുന്നുണ്ടെങ്കിലും ആ എക്സ്പ്രഷൻ നോക്കൂ.
അപ്പം അതൊക്കെ ശരിക്കും മനസ്സിലിങ്ങനെ തെളിഞ്ഞ് വന്നപ്പോഴാണ് അദ്ദേഹം അത് ആ സ്റ്റോറി അറിയാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മഹാഭാരതത്തിൽ ആ ഏട് അദ്ദേഹത്തിന്റെ മനസ്സ് അപ്പൊ ഇങ്ങനെ ആയിരിക്കില്ലേ ആ സൈലന്റ് 3യുടെ അല്ലെങ്കിൽ അല്ലേ ചരിത്രവും പൗരാണികതയും ഒക്കെ അദ്ദേഹത്തിന്റെ മനപ്പാടമായിരുന്നുള്ളതാണ്. അതെ, ഓരോ ചിത്രം നോക്കുമ്പോൾ അതാണ് ആ പ്രത്യേകത. അങ്ങനെ ഒരുപാട് ഓരോ ചിത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഇത് കുളക്കടവിൽ ഈ ഫ്രഷ് ഫ്രം ദി ബാത്ത് സീരീസ് എന്ന് പറഞ്ഞിട്ട് രവിവർമ്മയുടെ ചിത്രങ്ങളുണ്ട്. കുളക്കടവിലെ സുന്ദരിമാരുടെ ചിത്രങ്ങൾ, അങ്ങനെയുള്ള ഒരു ചിത്രമാണിത്. ഇതുപോലെ വേറെയും ഉണ്ട്, ഫ്രഷ് ഫ്രം ദി ബാത്ത് സീരീസ്, അങ്ങനെ ആ സീരീസ് എന്നാണ് പറയുന്നത് ആ ചിത്രങ്ങൾ. അപ്പം അതിലൊരു ചിത്രമാണ് ഇങ്ങനെ ഒരുപാട്. അപ്പം എല്ലാം, പക്ഷേ നമുക്ക് ഇതിനകത്തൊരു പ്രത്യേകത നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ നഗ്നതയല്ല അതിനകത്ത്, നമ്മൾ അതിനകത്ത് വേറൊരു തോട്ടല്ല നമുക്ക് തോന്നുന്ന ആ ചിത്രം കാണുമ്പോൾ. അതിൻ്റെ ഒരു ഭംഗിയാണ്, തീർച്ചയായും ഒരു ബ്യൂട്ടിയാണ്. നമുക്ക് ഇതിനകത്ത് കാമം തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു രീതിയിൽ കാണുന്നവരുടെ കണ്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത് നോക്കുമ്പോൾ എന്തൊരു രസമാണ്. കുളക്കടവിൽ നിന്ന് കുളിച്ചിറങ്ങിയത് ആ ഒരു നമ്മുടെ ഒരു മലയാളി യുവതിയാണല്ലേ, പുളിയിലക്കര മുണ്ടും ഒക്കെ ഉണ്ട്, ഒരു നിറയെ മുടിയുള്ള ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീ അല്ലേ. അപ്പം അതിനകത്ത് ആ ബ്യൂട്ടിയാണ്, സ്ത്രീ സൗന്ദര്യം, അത് തന്നെയാണ് രവിവർമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനെ നമ്മളാണ് അതിനെ നല്ല രീതിയിൽ കാണുന്നത്. അദ്ദേഹം വളരെ നല്ല മനസ്സുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പലർക്കും പലതും പറയാമായിരിക്കാം, പക്ഷേ എനിക്കിത് വളരെ സൗന്ദര്യാത്മകമാണ്. അങ്ങനെ പലതും. ഇത് രവിവർമ്മയുടെ അനുജത്തി മംഗളാഭായ് തമ്പുരാട്ടി വരച്ച ചിത്രമാണ്. എന്നുവെച്ചാൽ ഇവിടെ കൊട്ടാരത്തിലെ ഏതോ ഭാഗത്ത് തറയൊക്കെ കണ്ടാൽ അറിയാം, ഈ ഭിക്ഷ എണ്ണ കൊടുക്കുന്നതോ അങ്ങനെ അന്നത്തെ കാലത്തുണ്ടല്ലോ, എണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഭിക്ഷ കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഏതോ ഒരു തമ്പുരാട്ടിക്കുട്ടി ആവാം, അല്ലെങ്കിൽ ഇവിടുത്തെ ബാല്യക്കാരി ആവാം, നമുക്കതറിയില്ല. എന്തായാലും ഇങ്ങനൊരു ചിത്രം ഇത് അനുജത്തി വരച്ചതാണ്. ഇങ്ങനെ ഓരോ ചിത്രം, ലേഡി വിത്ത് ദി ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പല ടൈപ്പ് ഉണ്ട്. ഇത് വളരെ മനോഹരം, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചിത്രമാണ്. ഇത് രസമാണ് നോക്കുക, കളർ കോമ്പിനേഷൻ, അതിൻ്റെ പച്ച വളയും ഇതിന്റെ ഒരു പകർപ്പ് ആണെന്നാണ് കേട്ടറിവുള്ളത് ബക്കിംഗ്ഹാം പാലസിൽ. ഇതിന്റെ തന്നെ അല്ല, രവിവർമ്മയുടെ ഒരു പ്രത്യേകത, ഒരേ കൺസെപ്റ്റ് തന്നെ, ഒരേ സ്റ്റോറി തന്നെ ചിലപ്പോൾ 3-4 വെറൈറ്റീസ് വരയ്ക്കും. എന്താ വെച്ചാൽ ഈ ചിത്രം കണ്ട് ഒരാൾക്ക് വരച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് വേറൊരാൾ അയ്യോ എനിക്കും കൂടെ വരണം അത് തന്നെ വരച്ച് ആ ചിത്രത്തിനോട് ഇഷ്ടം, അതുകൊണ്ട് രവിവർമ്മ വീണ്ടും വരച്ചു കൊടുക്കും. അപ്പം അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തും. അത്ര ഈ ജഡായി വധം തന്നെ 2 വേർഷൻ ഉണ്ട്. അങ്ങനെ പല ചിത്രങ്ങളും 2-3 വേർഷൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ദമയന്തി, ഇത് ദമയന്തിയാണ്. നമ്മളിത് രാത്രിയിൽ നളൻ മറ്റേ അല്ലേ, അത് ദമയന്തിയെ ഉപേക്ഷിച്ചിട്ടോ അല്ലെ രാത്രിയിൽ ഞങ്ങൾ പോകും, പക്ഷേ രാത്രിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു അല്ലേ. അപ്പം അത് ആ സ്റ്റോറി. അതുപോലെ ഈ ചിത്രം കോമ്പ്, ലേഡി വിത്ത് ദി കോമ്പ് എന്ന് പറഞ്ഞ ചിത്രമാണ്. നോക്കൂ, ഓരോ ഫർണിച്ചറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നോക്കൂ. അതേ ഞാൻ പറഞ്ഞത്, ഇപ്പം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കാം സാരിയുടെ വേഷം. ഇതിൽ സാരി പ്രത്യേക രീതിയിലാണ്ടില്ലേ, ഇങ്ങനെയാണ് ഉടുത്തിരിക്കുന്നത്, നമ്മുടെ കേരളീയ ശൈലിയിലല്ല. അപ്പം ഇതൊരു നോർത്ത് ഇന്ത്യൻ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയാണല്ലോ അല്ലേ. അതാ അങ്ങനെയാണ് ഓരോ ചിത്രം. എന്നാൽ ഇത് നോക്കൂ, ഇതിൽ നമുക്ക് കേരളത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള ആഭരണങ്ങളുടെ ഒക്കെ പ്രത്യേകതകൾ. ഇത് പുളിയിലക്കരമുണ്ടെന്ന് നമ്മൾ ഇന്നിപ്പം പലർക്കും അറിയില്ല. ഒരു പാട്ടുണ്ടല്ലോ, പുളിയിലക്കരമുണ്ട് പുടവ ചുറ്റി. ആ പാട്ട് ഒരുപക്ഷെ ആ പാട്ട് പോലും കേൾക്കാത്ത ആൾക്കാരും ഉണ്ട് പറയാം. പക്ഷെ പുളിയിലക്കരമുണ്ട് എന്താണെന്ന് പുതിയ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ എന്താ നോക്കൂ, ഇതൊക്കെ പുളിയിലക്കരമുണ്ടാണ്. ഈ ആഭരണങ്ങൾ നോക്കൂ, എന്തൊക്കെ ആഭരണങ്ങൾ. ഇതിൻ്റെയൊക്കെ ഓരോ പേരുകളുണ്ട്, എനിക്കത് എല്ലാത്തിൻ്റെ പേരൊന്നും പറയാൻ അറിയില്ല. പണ്ടത്തെ പോലത്തെ ഓരോന്നിനും ഓരോ പേര്. ഇതൊക്കെ കേരളത്തിൻ്റെ തനതായ ആഭരണ ശൈലിയാണ് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ജുവലറികളിൽ പോകുമ്പോൾ ആൻറ്റിക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ. രവിവർമ്മ ചിത്രങ്ങളിൽ നിന്ന് ഇതൊക്കെ മേക്ക് ചെയ്യുന്നവർ എത്ര പേരുണ്ടാവും. ഇതിൽ നിന്ന് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ഫാഷൻ ടെക്നോളജി ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് രവിവർമ്മ പെയിൻറ്റിങ്സ്. അവർക്കൊരു തീം അവർക്ക് പഠിക്കാൻ തന്നെയുണ്ട്. ഫാഷൻ ടെക്നോളജി അവിടെ നിന്ന് കുട്ടികളിവിടെ വന്നിട്ടുണ്ട്, അവർക്ക് ഒരു തീസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞപ്പോൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ കുഞ്ഞാലി മരക്കാർ എന്നൊരു സിനിമ അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടു, മോഹൻലാലും അവരൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതിൽ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ രവിവർമ്മ ചിത്രങ്ങളെയാണ് ഒരു മാതൃകയാക്കിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഇപ്പോഴും രവിവർമ്മ ചിത്രങ്ങൾ നമുക്കത് മാറ്റി നിർത്താൻ പറ്റില്ല. ഏത് മേഖലയിലും, അത് സിനിമ ആയിക്കോട്ടെ
ഈ പറഞ്ഞ പോലെ ഫാഷൻ ടെക്നോളജി ആവട്ടെ, മറ്റ് ഏത് രീതിയിലും രവിവർമ്മ ചിത്രങ്ങൾ. ഈ അടുത്തിടയ്ക്ക് വേറൊരു സ്റ്റഡി വന്നത് രവിവർമ്മ ചിത്രങ്ങളുടെ പുറകിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ബാക്കിലുള്ള ബാക്ക്ഡ്രോപ്സ് കാണുന്ന സസ്യജാലങ്ങളുടെ ബൊട്ടാണിക്കൽ നെയിംസ് സ്റ്റഡി. നോക്കൂ ഏതൊക്കെ രീതിയിലാണ്. അതുപോലെ രവിവർമ്മയും ചിത്രങ്ങളും സാഹിത്യവും ഹൗ ഇറ്റ് ഈസ്. പക്ഷേ മഹാഭാരതം, രാമായണം, നാളചരിതം, ശാകുന്തളം, ഇതിലെയൊക്കെ സിറ്റുവേഷൻസ് വരയ്ക്കുമ്പോൾ അതെങ്ങനെയാണ്, അതൊരു സ്റ്റഡി. എല്ലാത്തിലും കണക്റ്റഡ് ആണ്, എല്ലാത്തിലും കണക്റ്റഡ് ആണ്. അപ്പം രവിവർമ്മ ചിത്രങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. നമുക്ക് ആ ദമയന്തിയിൽ തന്നെ ആ തൂണ് നോക്കൂ, ആ കൊട്ടാരത്തിൻ്റെ അല്ലേ, അതെങ്ങനെ ഹംസം, അതൊക്കെ എങ്ങനെ അത് വരച്ച് തരുമ്പോഴല്ലേ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കും. മനോഹരമായ ചിത്രം. രാജാ രവിവർമ്മ തമ്പുരാന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ചിത്രം. ഈ ചിത്രശാലയിലെ 1000 വിശേഷങ്ങൾ നമ്മൾ കേട്ടു. കൊട്ടാരത്തിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം.